ഹലോ. അപ്പോൾ നമുക്കിന്ന് ക്ലാസ് ഉള്ളൊരു ദിവസമാണേ. കലോത്സവങ്ങളൊക്കെ തുടങ്ങാറായില്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാനും ഏട്ടനും. അപ്പോൾ ഞാനിതാ രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞുമോള് നിത്തു ബേബി എഴുന്നേറ്റു. അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്താ ഈ രാവിലെ ചെയ്യുന്നതെന്ന് ഓർത്തിട്ടാവും. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ റെഡി ആവട്ടെ. ഇതാ ഞാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും ഏട്ടൻ വന്നു. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ അതിനിടയ്ക്ക് ചെറിയൊരു റൊമാൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് താഴേക്ക് വന്നു. ഇതാ രാവിലെ ഫുഡ് കഴിക്കുകയാണ്. രാവിലെ പുട്ടും കടലയായിരുന്നു ഇന്ന്. അത് കഴിച്ചു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു വാ സമയമായി പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ വേഗം കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇതാ നമ്മുടെ വീടിനടുത്തുള്ളൊരു അമ്പലമാണിത്. നമ്മളെപ്പോഴും വരാറുള്ളത് ഇവിടെയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മളിതാ മെല്ലെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കൂടെ ഇന്ന് ഇഷാൻ ദേവും ഉണ്ട്, നമ്മുടെ ഇഷാൻകുട്ടനും ഉണ്ട്, ഏട്ടനും ഉണ്ട്. ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവനിതാ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ പറയുന്നുണ്ട് ഹായ് പറയൂ എന്നൊക്കെ പറയുമ്പോൾ അവൻ ഹായ് പറയുന്നുണ്ട്. ഇഷാനെ ഇന്നെന്നെ അംഗൻവാടി ഇല്ലാത്ത, ഇന്നെന്നെ അംഗൻവാടി പോവാത്ത? അംഗൻവാടി പൊട്ടിയാ? ഇതെന്താ കയ്യിലെന്താ ഇരിക്കുന്നേ? ഇതാരാ ആക്കി തന്നെ? അച്ഛനാ? ചേച്ചിക്കും കൂടെ കൊടുക്കണേ, പാറ ചേച്ചിക്കേ കൊടുക്കോ? അങ്ങനെ ഇതാ നമ്മൾ പോയപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. അവളെയും പിക്ക് ചെയ്തു. പിന്നെ ക്ലാസ്സിലേക്ക് വന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഏട്ടൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇഷാൻകുട്ടൻ ഭയങ്കര കലാപരിപാടികളാണ്. എല്ലാവരും കളിക്കുന്നതൊക്കെ നോക്കി അവനും ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി വെറുതെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അവൻ. പിന്നെ ഇതാ കലോത്സവത്തിനുള്ള കുട്ടികളെല്ലാം വന്നു. ഞാൻ ഓരോരുത്തരെ വിളിച്ച് പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതാ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതാ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ആകെ കുറച്ച് ടയേർഡായി. ഇനി ഇതാ വീട്ടിലെത്തണം, ഫുഡ് കഴിക്കണം. ഇഷാൻകുട്ടന് വിശന്ന് തുടങ്ങി. അപ്പം ഓക്കെ ബായ്. അടുത്ത വീഡിയോയിൽ കാണാം.